ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഡിഷ് ദം അറവി അല്ലെങ്കിൽ ചെറിയ ചേമ്പും കൊണ്ടുള്ള ഒരു കറിയാണ്. ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചേമ്പ് പുഴുങ്ങി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് എണ്ണ ചൂടാകുമ്പോൾ അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അരയ്ക്കാൻ വേണ്ടിയിട്ട് 2 തക്കാളി, 2-3 പച്ചമുളക്, ഇഞ്ചി എന്നിവ എടുത്തിട്ടുണ്ട്. ചേമ്പിൻ്റെ ഒരു സൈഡെല്ലാം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. മറ്റേ സൈഡും അതുപോലെ തിരിച്ചിട്ട് മൊരിച്ചെടുക്കണം. ഇവിടെ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ അരച്ചെടുത്തു. ചേമ്പെല്ലാം വറുത്ത് കോരി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാക്കാനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് 1/2 ടീസ്പൂൺ അജ്വായിൻ അല്ലെങ്കിൽ അയമോദകം, അല്പം കായപ്പൊടി, ഒരു സവാള അരിഞ്ഞതുകൂടെ ചേർക്കണം. ഇതിലോട്ടൊരു 2-3 വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞതുകൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് അരച്ച് വെച്ച ടൊമാറ്റോ പേസ്റ്റ് ഇതിലോട്ടിട്ടൊന്ന് ഇളക്കാം. ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഇന്ന് ഇളക്കി അല്പനേരം അടച്ച് വെച്ച് വേവിക്കണം. ആ നേരം കൊണ്ട് ഞാനിവിടെ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവെല്ലാം കുഴച്ച് വെച്ചു. മേത്തി പൊറോട്ട അല്ലെങ്കിൽ ഉലുവ ഇലയും കൊണ്ടുള്ള പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇപ്പം ഗ്രേവി എല്ലാം തിക്കായിട്ടുണ്ട്. അതിലോട്ടൊരു 3/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലോട്ടൊരല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെക്കണം. ഇപ്പം ഗ്രേവിയുടെ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ തൈര് ഉടച്ചതുകൂടെ ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് സ്റ്റൗ സിമ്മിൽ വെക്കണം. ഒരല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും അടച്ച് വെച്ച് വേവിക്കണം. ഇപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വറുത്ത് വെച്ച ചേമ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. ഇത് ചൂടുവെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. തണുത്ത വെള്ളമായാലും കുഴപ്പമില്ല. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി ഒരല്പം നേരം കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇനി ഗ്രേവി എല്ലാം ഒന്ന് തിക്കായിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ച മല്ലിയിലയും ഗരം മസാലയോടെ ചേർത്തിട്ട് ഒരല്പം നേരം കൂടെ സ്റ്റൗ വെച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് സെർവിങ് ബൗളിലോട്ട് മാറ്റാവുന്നതാണ്. ഇത് പൊറോട്ടയുടെ കൂടെയും തൈരിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെയും ബൈ ബൈ. ടേക്ക് കെയർ.